إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു മാസത്തിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷഹറുൽ ഖുർആൻ, ഷഹറു സിയാം, ഷഹറുൽ ഖിയാം, ഷഹറു മുബാറക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു പരിശുദ്ധ മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിലുള്ള ഒരു പരിവർത്തനത്തിനുള്ള സമയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തെ നമുക്കൊക്കെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ അപാകതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വരും ജീവിതത്തിൽ നല്ലതായൊരു ജീവിതം കാഴ്ചവെക്കാനുള്ള ആ ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരവസരമായിട്ടാണ് റമളാൻ മാസത്തെ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ മാസത്തിലെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഓരോ വിശ്വാസികളും ചെയ്യേണ്ടത്. കൃത്യമായി പ്ലാനോടുകൂടിയായിരിക്കണം ഈ ഓരോ ദിവസവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോവേണ്ടത്. പ്ലാനില്ലാതെ അല്ലെങ്കിൽ കൃത്യമായൊരു രൂപരേഖയില്ലാതെ ഈ മാസത്തിൽ നാം സഞ്ചരിച്ചാൽ ഈ മാസം കൊണ്ട് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അശ്രദ്ധയും അനാസ്ഥയും ഒക്കെ ഈ മാസത്തിന്റെ ഖൈറുകൾ മുഴുവൻ തടയപ്പെടാൻ നമുക്ക് കാരണമാകും. മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹ്. ഈ മാസത്തെ ഖൈറാർക്കെങ്കിലും തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ അവൻക്ക് മുഴുവൻ ഖൈറുകളും തടയപ്പെട്ട ഫലമാണുള്ളത് എന്ന കാര്യം നാം കൃത്യമായി മനസ്സിലാക്കണം.
പ്രധാനമായും ഈ മാസത്തിൽ നമുക്ക് അല്ലാഹുത്താല നിശ്ചയിച്ച ഒരു ആരാധനാ കർമ്മമാണ് സിയാം, നോമ്പ് എന്ന് പറയുന്നത്. ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസത്തിലാണ് ഇസ്ലാമിൽ നോമ്പ് ഫർളാക്കപ്പെടുന്നത്. നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അല്ലാഹുത്താല അവതരിപ്പിച്ച ആയത്താണ് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുത്താല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് ഇതാ ഫർളാക്കപ്പെട്ടിരിക്കുന്നു. നോമ്പ് നിങ്ങളുടെ മേലെ ഫർളാണ്. ഏതുപോലെ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, മുമ്പുള്ള ജനങ്ങൾക്ക് നോമ്പ് ഫർളാക്കപ്പെട്ടിരുന്നു, അതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് ഫർളാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് നോമ്പ് ഫർളാക്കപ്പെട്ടത്? അതും ആയത്തിൽ അല്ലാഹു പറയുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉൾക്കൊള്ളുന്നവരാവാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് ഫർളാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിച്ചത്. അഥവാ നോമ്പ് കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. നോമ്പിന്റെ പ്രധാന ലക്ഷ്യമായി അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത് തഖ്വ നേടലാണ്. എന്താണ് തഖ്വ എന്ന് പറയുന്നത്? പണ്ഡിതന്മാർ തഖ്വയെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കാനുള്ള ഒരു മസ്തിതി നേടുക. അല്ലാഹു കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെല്ലാം കൈയൊഴിക്കാനുള്ള അവസ്ഥ അവൻ നേടിയെടുക്കുക. ഈ രൂപത്തിൽ ഒരാൾ സഞ്ചരിക്കുമ്പോഴാണ് അയാൾ തഖ്വ ഉൾക്കൊള്ളുന്നവനാകുന്നത്. അപ്പൊ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരികയും അല്ലാഹു തആല വിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ തഖ്വ നേടുന്നവനാകുന്നത്. വീണ്ടും പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അത്തഖ്വ അൽ ഖൗഫ് മിനൽ ജലീൽ, തഖ്വ എന്നാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. എന്നെ സൃഷ്ടിച്ച് എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ പരിപാലിക്കുന്നതൊക്കെ അല്ലാഹുവാണ്. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് കാണിച്ചാൽ അല്ലാഹു തആല എന്നെ പിടിച്ച് ശിക്ഷിക്കുമെന്നുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം അത് മനസ്സിലുണ്ടാവുക. അതേ രൂപത്തിൽ വല്ല അമലു ബിത്തൻസീൽ, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുക. വിശുദ്ധ ഖുർആൻ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മോട് കൽപ്പിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കുക. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക, ലഭ്യമായതുകൊണ്ട് തൃപ്തിപ്പെടുക. എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയല്ല വേണ്ടത്. മറിച്ച് എന്താണ് എനിക്ക് കിട്ടിയത് അതാണ് റബ്ബ് എനിക്ക് കണക്കാക്കിയത്, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന രൂപത്തിലുള്ള അൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്നിട്ട് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോവാനുള്ള ഒരു ദിവസമുണ്ട്. ഇവിടെ എത്ര കാലം ജീവിച്ചാലും ഇവിടെ നിന്ന് ഇതെല്ലാം അവസാനിപ്പിച്ചു പോവേണ്ട ഒരു ദിവസമുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടി ഇവിടെ നിന്ന് തയ്യാറാക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ ഉൾക്കൊള്ളാനാണ് നോമ്പ് അല്ലാഹു തആല നിയമമാക്കിയത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നേടാൻ നോമ്പ് കൊണ്ട് മനുഷ്യന് സാധിക്കണം. സത്യത്തിൽ നാം ആലോചിക്കേണ്ടത്, സഹോദരന്മാരെ, നാം ഇന്ന് നോമ്പ് 6ഓളമായല്ലോ. ഈ വല്ല നേട്ടവും നമുക്ക് ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ സമയത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. റമളാൻ നോമ്പിന്റെ മഹത്വങ്ങൾ ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പിന്റെ മഹത്വത്തെക്കുറിച്ച് ധാരാളം അവിടെ നിന്ന് വിവരിക്കുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് കാണാം, കുല്ലു അമലി ഇബ്നി ആദമ ലഹു, മനുഷ്യന്റെ എല്ലാ അമലുകളും അത് അവനിക്കുള്ളതാണ്, ഇല്ല സിയാം, നോമ്പൊഴിച്ച്, ഫൈനഹു ലീ വഅന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. അല്ലാഹു തആല പറയുന്നു. നമുക്കറിയാം എല്ലാ അമലുകളും അല്ലാഹു തന്നെയാണ് അതിനുള്ള പ്രതിഫലം നൽകുന്നത്. പക്ഷേ അല്ലാഹു തആല എല്ലാ അമലുകളെയും മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് നോമ്പിനെ എടുത്തുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഇല്ല സിയാം, നോമ്പൊഴിച്ച്, ഫൈനഹു ലീ, അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞാൽ ആ നോമ്പിനിക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ പ്രതിഫലം തന്നെ, മറ്റ് അമലുകളെക്കാളേറെ ഏറ്റവും വലിയ പ്രതിഫലം തന്നെ ഈ നോമ്പിനിക്ക് നൽകുമെന്നാണ് ആ ഹദീസിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് പറയുന്നു, വസ്സിയാമു ജുന്ന, നോമ്പ് എന്നുള്ളത് ഒരു പരിചയാണ്. അതായത് തിന്മകളെല്ലാം കാക്കാനുള്ള, തിന്മയെ തൊട്ട് മനുഷ്യ ശരീരത്തെ കാക്കാനുള്ള ഒരു പരിചയമായിട്ടാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, ഫൈദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്, അതുകൊണ്ട് ഒരാൾ നിങ്ങളുടെ നോമ്പിന്റെ ദിവസമായി കഴിഞ്ഞാൽ
അവൻ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുകയോ ചെയ്യരുത്. അതൊക്കെ ആ നോമ്പിനെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരാളിൽ നിന്നും ഉണ്ടാവരുത്. എന്നിട്ട് പ്രവാചകൻ എത്രത്തോളം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയത്ത് പോലും അവിടെ നിന്ന് പിന്മാറാൻ പ്രവാചകൻ കൽപ്പിക്കുന്നത് ആ ഹദീത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ പറയുന്നു, നോക്കൂ, ഫൈൻ സാബഹു അഹദുൻ, നോമ്പ് നോറ്റ ഒരാളോട് ചീത്ത പറയാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ഫല്യക്കുൽ, അവൻ ഇവനെ ചീത്ത പറഞ്ഞാൽ ഇവൻ പറയേണ്ടത് ഇവൻ അതുപോലെ അങ്ങോട്ട് ചീത്ത തിരിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഫൈൻ സാബഹു അഹദുൻ, ഒരാൾ ഇവനെ ചീത്ത പറഞ്ഞാൽ ഫല്യക്കുൽ, ഇവൻ പറയേണ്ടത് ഇന്നി സായിം, ഞാൻ അങ്ങോട്ട് ചീത്ത പറയാനൊന്നും ഞാനില്ല, കാരണം ഇന്നി സായിം, ഞാൻ നോമ്പ് നോറ്റ വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാവണമെന്ന് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം പ്രവാചകൻ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് നബിയുടെ ശരീരം ഏറ്റെടുത്ത റബ്ബിനെ തന്നെയാണ് സത്യം, ലഖലൂഫു ഫമിസ്സായിം, നോമ്പുകാരന്റെ വായുടെ വാസന എന്ന് പറയുന്നത് പോലും അത്യബു ഇൻദല്ലാഹി മിർ റീഹിൽ മിസ്ക്, അള്ളാഹുവിന്റെ അടുത്തത് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളേറെ സുഗന്ധം നിറഞ്ഞതാണ്. അത്രയും വലിയ ഒരു കർമ്മമാണ് നോമ്പെന്ന് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ലിസ്സായിമി ഫറഹത്താനി, നോമ്പുകാരനിക്ക് രണ്ട് പ്രധാനമായ സന്തോഷങ്ങളുണ്ട്. യഫ്റഹുമ, രണ്ട് സന്തോഷവും അവനിക്ക് സന്തോഷിക്കാനുള്ളതാണ്. ഒന്ന് ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രി, ഒന്ന് അവൻ നോമ്പ് തുറന്നാൽ ആ നോമ്പ് കൊണ്ട് അവനൊരു സന്തോഷമാണ്. കാരണം ഏറ്റവും വലിയ പ്രതിഫലം നേടാനുള്ള ഒരു കർമ്മമാണ് ഞാൻ ഈ നോമ്പിലൂടെ പൂർത്തീകരിച്ചത് എന്ന് ആ നോമ്പ് തുറക്കുമ്പോൾ അവന്റെ മനസ്സിനൊരു സന്തോഷം വരുന്നു. രണ്ടാമത്തെ സന്തോഷം വൈദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നാളെ പരലോകത്തെത്തുമ്പോൾ ആ നോമ്പിന്റെ പ്രതിഫലം എനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും അവനിക്കുണ്ടാവും. അത്രത്തോളം വലിയ പ്രതിഫലമടങ്ങുന്നതാണ് നോമ്പ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത്. തന്നെയുമല്ല, നോമ്പും വിശുദ്ധ ഖുർആനുമൊക്കെ നാളെ പരലോകത്ത് മനുഷ്യന് ശുപാർശയ്ക്ക് വേണ്ടി വരുമെന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, വിശുദ്ധ ഖുർആനും നോമ്പുമൊക്കെ നാളെ പരലോകത്ത് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് ശുപാർശയ്ക്ക് വേണ്ടി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വീണ്ടും അവിടെ നിന്ന് പറയുന്നത് നോക്കൂ, ഇന്ന ഫിൽ ജന്നത്തി ബാബ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, യുകാലു ലഹു റയ്യാൻ, ആ വാതിലിനിക്ക് റയ്യാൻ എന്ന പേരിലാണ് ആ വാതിൽ അറിയപ്പെടുന്നത്. യദ്ഖുലു മിൻഹ സായിമുൻ, അതിലൂടെ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുമ്പോൾ ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ കടക്കുന്നത് നോമ്പുകാർ മാത്രമായിരിക്കും. വലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറുഹും, അല്ലാത്തൊരാളും അതിലൂടെ കടക്കുകയില്ല. നോമ്പുകാർക്ക് മാത്രം പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട വാതിലാണത്. യുകാൽ, അന്ന് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കപ്പെടും, മൈനസ്സായിമൂൻ, നോമ്പുകാരുടെ അവർ ഇതിലൂടെ ഒന്ന് കടന്നുകൊള്ളട്ടെ എന്നൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുമെന്നൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ അത്രയും വലിയ പ്രതിഫലം അർഹിക്കുന്ന ഒരു കർമ്മമാണ് നോമ്പെന്ന് പറയുന്നത്. പക്ഷേ ഈ രൂപത്തിലുള്ള പ്രതിഫലാർഹമായ നോമ്പാവണമെങ്കിൽ അള്ളാഹു കൽപ്പിച്ച രൂപത്തിലായിരിക്കണം നമ്മുടെ നോമ്പൊക്കെ. അല്ലാതെ കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ് എന്ന് പറയുന്നത്. ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് നോൽക്കാൻ പലർക്കും സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള ചില ആളുകളുമുണ്ട്. നമുക്കൊക്കെ അറിയാം, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നോമ്പെടുക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് അതുമാത്രമാണ് അവരുടെ ശ്രദ്ധയിലുള്ളത്. ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നോമ്പായി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തിൽ മാത്രം നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അവരെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഹദീസിൽ കാണാം, റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലമ വറുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ്സഹർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, റുബ്ബ സ്വായിമിൻ, എത്രയോ നോമ്പുകാരുണ്ട്, ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലമ, അവരുടെ നോമ്പിനാൽ ദാഹമല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കിയാകുന്നില്ല. അവർക്ക് ദാഹമുണ്ട്, പരലോകത്ത് ചെന്നാൽ അതിന്റെ ഒരു പ്രതിഫലവും അവർക്ക് കിട്ടാനില്ല. ഈ ദുന്യാവിൽ ദാഹിച്ചത് ബാക്കി എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടാനില്ല. അതുപോലെ പ്രവാചകൻ പറയുന്നു, വറുബ്ബ ഖായിമിൻ, എത്രയോ രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ ആ നിസ്കരിക്കുന്നതിനാൽ അവർക്ക് ഉറക്കൊഴിച്ച് എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് ബാക്കിയില്ല. ഇങ്ങനെ രണ്ട് വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നോമ്പർഹിക്കുന്ന രൂപത്തിൽ അല്ലാതെയായി പോയാൽ അതിനാൽ കേവലം ദാഹം മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അതുപോലെ രാത്രി തറാവി നിസ്കാരങ്ങളും അതുപോലുള്ള നിസ്കാരങ്ങളുമൊക്കെ
ഇഖ്ലാസില്ലാത്ത നിസ്കാരമാണ് എങ്കിൽ അതൊക്കെ ആ ഉറക്കൊഴിക്കുന്ന സമയം അങ്ങോട്ട് പോയി എന്നതല്ലാതെ ബാക്കിയൊന്നും അതിനാൽ നേടാനില്ല. അങ്ങനെയുള്ള നോമ്പുകാരിലും നിസ്കാരക്കാരിലുമൊന്നും നാം ഒരിക്കലും ഉൾപ്പെട്ടു പോകരുത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പലപ്പോഴും സ്വഹാബത്തിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോട് പ്രത്യേകം ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത്, ഇദാ സുംത ഫല്യസും സംഉക, നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിന്റെ കാത്, നിന്റെ ചെവിയും നോമ്പ് നോൽക്കണം. വബസറുക, നിന്റെ കാഴ്ചയും നോമ്പ് നോൽക്കണം. വലിസാനുക, നിന്റെ നാവും നോമ്പ് നോൽക്കണം. മിനൽ കദിബി വൽ മഹാരിം, കളവുകളിൽ നിന്ന്, അനാവശ്യമായ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ സംഇനിക്ക്, കേൾവിക്ക്, കാഴ്ചക്ക്, നാവിനിക്കൊക്കെ നോമ്പുണ്ടാവണം. എങ്കിലേ നിന്റെ നോമ്പ് കൊണ്ട് കാര്യമുള്ളൂ എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ആളുകളോട് ഉപദേശിച്ചിരുന്നു. സഹോദരന്മാരെ, നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകൾ ഇതേ രൂപത്തിലുള്ള നോമ്പ് നോൽക്കുമ്പോൾ കാതുകൊണ്ട് നോമ്പ് നോറ്റ എത്ര ആളുകളുണ്ട്, കാഴ്ച കൊണ്ട് നോമ്പ് നോറ്റ എത്ര ആളുകളുണ്ട്, നാവ് കൊണ്ട് നോമ്പ് നോറ്റ എത്ര ആളുകളുണ്ട്. അത് നാം ആലോചിക്കുമ്പോഴാണ് നോമ്പിന്റെ പ്രതിഫലം നമുക്കൊക്കെ നേടാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. അതുകൊണ്ട് ഇവകളൊന്നും നോമ്പിൽ പ്രവേശിക്കാതെ കേവലം അങ്ങോട്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം അതൊരിക്കലും നോമ്പായി മാറുകയില്ല. മറിച്ച് അവന്റെ നാവിനെ പിടിച്ചു വെക്കാൻ അവന് സാധിക്കണം. അവന് കേൾവിക്കും അവന്റെ കാഴ്ചക്കും കടിഞ്ഞാണിടാൻ അവന് സാധിക്കണം. അങ്ങനെ നോമ്പ് നോൽക്കുമ്പോൾ മാത്രമേ അത് പരലോകത്ത് സ്വീകാര്യകരമായ രൂപത്തിലുള്ള നോമ്പായി മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തആമഹു വശറാബ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി, അനാവശ്യമായ വാക്കുകളും പ്രവർത്തികളും ഒരാൾ കൈയൊഴിക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഫീ അൻ യദ തആമഹു വശറാബ, അവന്റെ ഭക്ഷണപാനീയങ്ങളൊക്കെ അവൻ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. മറിച്ച് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെവി കൊണ്ടുമൊക്കെ അവൻ നോമ്പ് നോൽക്കണം. അഥവാ കള്ളവാക്കുകളും കള്ളപ്രവർത്തനങ്ങളുമൊക്കെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥമായ നോമ്പിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ അത് മാത്രമേ പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിനിക്കൊരാവശ്യവുമില്ല. ഫീ അൻ യദ തആമഹു വശറാബ, അവന്റെ ഭക്ഷണപാനീയങ്ങൾ അവൻ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിനിക്കൊരാവശ്യവുമില്ലാതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നോമ്പിനാൽ ഉദ്ദേശിച്ച തഖ്വ നേടണമെങ്കിൽ റമളാനിൽ നാം പരമാവധി നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുകയും നല്ല രൂപത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ ഇബാദത്തിൽ സജീവമാവണം. ഖുർആൻ പാരായണം വിശുദ്ധ റമളാനിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഖുർആൻ എല്ലാ സമയത്തും നാം ഓതണം. എന്നാൽ റമളാനിൽ ഖുർആനിക്ക് പ്രത്യേക ഒരു പ്രതിഫലം കൂടിയുണ്ട്. കാരണം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ഈ സമയത്ത് പോലും മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഖുർആൻ എടുത്തു നോക്കാത്ത ആളുകൾ പോലും ഉണ്ട് എന്നത് എത്രമാത്രം വിരോധാഭാസമാണ് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനുമായി നാം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും ഓതാൻ സാധിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് നാം ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് അങ്ങനെയാകുമ്പോൾ നാളെ പരലോകത്ത് ഒരു പിടുത്തവുമില്ലാത്ത സമയത്ത് നാളെ പരലോകത്ത് ശുപാർശയ്ക്ക് വേണ്ടി ആ വിശുദ്ധ ഖുർആൻ നമുക്ക് വരുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊക്കെ ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ഒരു ഹസനത്തിന്റെ പ്രതിഫലം ഒരു ഹർഫ് ഓതിയാൽ അവനിക്കുണ്ട്. ഒരു ഹസനത്ത് എന്ന് പറയുന്നത് 10 പ്രതിഫലം ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ തന്നെ 10 പ്രതിഫലം കിട്ടുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന വാക്ക് അത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അതിൽ അലിഫ് ഒരു ഹർഫാണ്, ലാമ് മറ്റൊരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. ഇങ്ങനെ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 30 ഹസനത്തിന്റെ പ്രതിഫലം അയാൾക്ക് നേടാൻ സാധിക്കുന്നു. ഇത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നത് നാം മറന്നുപോകരുത്. അതുപോലെ റമളാനിലെ രാത്രി നിസ്കാരത്തിൽ നിന്നും നാം ഒരിക്കലും ഉപേക്ഷ കാണിക്കരുത്. കഴിയുന്നതും രാത്രിയിൽ നിസ്കാരത്തിൽ ഈ ഒരു മാസമാണ് കൃത്യമായി നാം അതേ രൂപത്തിൽ നിർവഹിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു രൂപത്തിൽ കൃത്യമായി അതിൽ പങ്കെടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കണം.
അങ്ങനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ പതിവാക്കാനും ആ ഇബാദത്തുകളിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ റമളാൻ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നോമ്പുമായി ബന്ധപ്പെട്ട് ധാരാളം ആദാബുകൾ നമ്മോട് ശ്രദ്ധിക്കാനും നമ്മോട് പാലിക്കാനും വേണ്ടിയിട്ടൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായി നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിന്റെ ഒരു ഭാഗമായി ഒരു സുന്നത്തായി കൽപ്പിച്ചതാണ് അസ്സുഹൂർ, അത്താഴം കഴിക്കുക എന്നുള്ളത്. ഇത് സുന്നത്താണ്, പ്രത്യേകമായ സുന്നത്താണ്. അത് പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റുന്നു എന്ന അർത്ഥത്തിലാണ് നാം അതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ നോമ്പിനിക്കൊരു ആവേശം കിട്ടാൻ വേണ്ടി അത്താഴം കഴിക്കുന്നു എന്നതല്ല നാം ഉദ്ദേശിക്കേണ്ടത്. മറിച്ച് അത്താഴം കഴിക്കുമ്പോൾ ഇതൊരു പ്രവാചകന്റെ സുന്നത്താണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക്ക. നിങ്ങൾ അത്താഴം കഴിക്കുക, കാരണം ആ അത്താഴത്തിൽ പ്രത്യേകമായ ഒരു ബറക്കത്തുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ആ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ അത്താഴം കഴിക്കേണ്ടത്. ചെറിയ രൂപത്തിൽ എന്ത് അത്താഴത്തിന്റെ സമയത്ത് നാം ഉപയോഗിച്ചാലും അതൊക്കെ അത്താഴം കഴിക്കുന്നതായി പരിഗണിക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒന്നും കിട്ടിയില്ല എങ്കിൽ വലൗ ബിജുർഅത്തിമാ, ഒരു അല്പം വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും പ്രവാചകന്റെ ആ സുന്നത്ത് അനുഷ്ഠിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വീണ്ടും ഹദീസിൽ നമുക്ക് കാണാം, ഫസ്ലു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സുഹൂർ. നമ്മുടെയും വേദക്കാരുടെയും അഹ്ലു കിതാബിന്റെയും ഇടയിലുള്ള നോമ്പിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അത്താഴം കഴിക്കുക എന്നതാണ്. അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്നത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം ഫഇന്ന ഫിസ്സുഹൂരി ബറക്ക, ആ അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായൊരു ബറക്കത്തുണ്ട് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകന്റെ ഒരു സുന്നത്ത് എന്ന അർത്ഥത്തിലാണ് നാം അത്താഴം കഴിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ച മറ്റു സുന്നത്തിൽപ്പെട്ടത് തന്നെയാണ് തഖീറുസ് സുഹൂർ, അത്താഴത്തെ അല്പം പിന്തിപ്പിക്കുക എന്നത്. അഥവാ സുബഹിനോട് അടുപ്പിച്ചുകൊണ്ട് സുബഹിന്റെ ഒരല്പം മുമ്പുള്ള സമയത്ത് അത്താഴം കഴിക്കുക എന്നത്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നത്, തസഹർനാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മ ഖുംനാ ഇലസ്സലാ. ഞങ്ങൾ പ്രവാചകന്റെ കൂടെ നോമ്പിനിക്ക് അത്താഴം കഴിച്ചിരുന്നു, എന്നിട്ട് ഞങ്ങൾ സുബഹി നിസ്കാരത്തിലേക്ക് പോകും. ഇത് പറഞ്ഞപ്പോൾ ഖീല, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, കം കാന ബൈനഹുമ, ഇത് രണ്ടിന്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? നിങ്ങൾ അത്താഴം കഴിച്ച് സുബഹി നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് പോകുന്നതിന്റെ ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖദ്റു 50 ആയ, ഒരു 50 ആയത്തോതുന്ന, ഒരു മിതമായ രൂപത്തിലുള്ള ഒരു 50 ആയത്തോതുന്ന കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി ആ സുന്നത്ത് ആ സമയത്തേക്ക് നാം നീട്ടിവെക്കുക. കുറച്ച് മുമ്പ് കാലത്തൊക്കെ നമുക്കറിയാം, പാതിരാ സമയത്തൊക്കെ ആളുകൾ എഴുന്നേറ്റ് അത്താഴം കഴിച്ചിരുന്നു. അതൊക്കെ സുന്നത്തിനോട് എതിരായ രൂപമാണ്. സുന്നത്ത് എന്ന് പറയുന്നത് ഏകദേശം സുബഹിയോട് അടുത്തു വരുന്ന ആ സമയത്ത് അത്താഴം കഴിക്കാണ്. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ഒക്കെ അത്താഴത്തിന്റെ സമയമാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ ഹദീസിലൂടെ നമ്മെ അറിയിച്ചത്. അഥവാ സുബഹിയുടെയും അവർ അത്താഴം കഴിച്ചതിന്റെയും ഇടയിലുള്ളത് ഒരു 50 ആയത്ത് ഓതാനുള്ള ഒരു സമയമായിരുന്നു എന്ന് അദ്ദേഹം വിവരിക്കുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നോമ്പിന്റെ സുന്നത്തായിട്ട് പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് തഅ്ജീലുൽ ഫിത്ർ, നോമ്പ് തുറ വേഗത്തിലാക്കുക എന്നുള്ളത്. ബാങ്ക് കേട്ടാൽ അല്ലെങ്കിൽ സമയമായാൽ പിന്നെ നോമ്പ് തുറ ഇങ്ങനെ പിന്തിച്ചു വെക്കരുത്. വീട്ടിലെ സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് ഈ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ചില സ്ത്രീകൾ വീട്ടുകളിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുക എന്നൊരു ശൈലി പലപ്പോഴും പല വീടുകളിലും ചില സ്ത്രീകളെങ്കിലും സ്വീകരിക്കാറുണ്ട്. അതൊക്കെ സുന്നത്തിനെതിരായ രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാങ്ക് കേട്ടാൽ ഏകദേശം സമയമായി എന്ന് ഉറപ്പായാൽ വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നതാണ്. എത്രത്തോളം പ്രവാചകൻ പറയുന്നത് ഹദീസിൽ കാണാം, ലാ യസാലുൻ നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറ വേഗത്തിലാക്കുന്ന കാലത്തോളം ജനങ്ങളെല്ലാം ഖൈറിലാണ് നിലകൊള്ളുന്നത്
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നോമ്പ് തുറക്കുക എന്നതാണ് മറ്റൊരു സുന്നത്തായിട്ട് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ ഇഫ്താറിന്റെ സമയത്തുള്ള ദിക്ർ ദുആകളൊക്കെ പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന എന്ന്. അതുകൊണ്ട് അതൊന്നും നാം ഒരിക്കലും മറന്നു പോവരുത്. ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും, മൂന്നാളുകളുടെ പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല, അഥവാ കൃത്യമായ ഉത്തരം അതിനക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാളുകളുടെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. രാജ്യത്ത് പ്രജകളുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ അതേ നല്ല രൂപത്തിൽ ഭരണം നടത്തിയ ഭരണാധികാരികളുണ്ടോ, അവർ അള്ളാഹുവിനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ പറയുന്നു, വസ്സായിമു ഹീന യഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയും പ്രത്യേകമായ ഉത്തരമുള്ളതാണ്. മൂന്നാമത്തെ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥന. ഒരാളെ മറ്റൊരാൾ ആക്രമിച്ചാൽ ആ ആക്രമിക്കപ്പെട്ട വ്യക്തി അള്ളാഹുവിലേക്ക് കൈയുയർത്തുമ്പോൾ ആ പ്രാർത്ഥനക്കും പ്രത്യേകമായ ഉത്തരമുണ്ട് എന്ന് മൂന്ന് പ്രാർത്ഥനകൾ പ്രവാചകൻ പ്രത്യേകം ഉത്തരമുള്ളത് പഠിപ്പിച്ചതിൽ ഒന്നാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥന എന്നത്. നമ്മളൊക്കെ മറന്നു പോകരുത്. ഭക്ഷണമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നോമ്പ് തുറക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിലേക്കൊന്ന് കൈ ഉയർത്തിയിട്ട് മനസ്സുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നോമ്പ് തുറന്ന ഉടനെ പറയാൻ വേണ്ടിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളൊക്കെ നാം പറയുക. പ്രവാചകൻ പഠിപ്പിച്ച ദിക്റിൽ കാണാം, നോമ്പ് തുറന്ന ഉടനെ പറയാൻ വേണ്ടിയിട്ട് പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച ഒരു ദിക്റാണ്. ഇങ്ങനെ പ്രവാചകന്റെ സുന്നത്തുകൾ എത്രമാത്രം നാം ഒക്കെ കേട്ട് പഠിച്ചു മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ നോമ്പ് പൂർണ്ണമായും ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നോമ്പാക്കി മാറ്റാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. എങ്കിൽ നാളെ പരലോകത്ത് റമദാൻ തന്നെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. റമദാനിലെ നോമ്പ് നമുക്ക് ശുപാർശയ്ക്ക് വേണ്ടി എത്തും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ റബ്ബ് നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന എല്ലാ ഞായറാഴ്ചയും നോമ്പ് തുറയും പഠന ക്ലാസ്സും നടക്കുന്നുണ്ട് എന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ ഞായറാഴ്ച ഒരു ക്ലാസ് കഴിഞ്ഞു. ഈ ഞായറാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട മാലിക് സലഫിയാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിൽ കുടുംബസമേതം പങ്കെടുക്കുകയും ഇഫ്താറോടുകൂടി പിരിയുന്ന ആ പരിപാടിയിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഖൈറായ മുഴുവൻ കാര്യങ്ങളിലും പങ്കെടുക്കാനും ഖൈറായ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വാരിക്കൂട്ടാനുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിൽ നാം ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും ഈ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا من الديون والمظالم والنار. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك